ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. യുഎയിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ വർധന. 40 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് യുഎയിലുള്ളതെന്ന് ഇന്ത്യൻ കോൺസൽ ജനറൽ അറിയിച്ചു. 1000 ഇന്ത്യക്കാരിൽ 30 പേർ യുഎഇ പ്രവാസികളായിരിക്കും. ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്. യുഎയിലെ ഇന്ത്യക്കാരുടെ എണ്ണം 40 ലക്ഷം കവിഞ്ഞതായി ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് അറിയിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച കോൺഫറൻസിൽ സംസാരിക്കവെയാണ് കോൺസുൽ ജനറൽ ഇക്കാര്യം അറിയിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ മാത്രം 1,30,000-ലധികം ഇന്ത്യക്കാരാണ് യുഎയിലേക്ക് എത്തിയത്. യുഎഇ അന്താരാഷ്ട്ര സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റാനുള്ള സുപ്രധാന ദൌത്യമാണ് ഇന്ത്യൻ പ്രവാസികൾക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. യുഎയിലെയും ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹം ഇന്ത്യക്കാരാണ്. ഇതോടെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള ഗൾഫ് രാജ്യം യുഎഇ ആയി. യുഎയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രവാസി സമൂഹം പാകിസ്ഥാനിൽ നിന്നാണ്. 29 ലക്ഷം പാകിസ്ഥാൻ സ്വദേശികളാണ് യുഎയിലുള്ളത്. 24 ദുബായ്. 53ാമത് ദേശീയ ദിനത്തെ വരവേൽക്കാനൊരുങ്ങി ബഹ്റൈൻ. ഹമദ് രാജാവിന്റെ 25ാം സ്ഥാനാരോഹണ ആഘോഷങ്ങളും ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടക്കും. 50 പ്രകൃതിദത്ത ദ്വീപുകളും 33 കൃത്രിമ ദ്വീപുകളും അടങ്ങിയ 2 കടലുകൾ എന്നർത്ഥം വരുന്ന ബഹ്റിൻ എന്ന മനോഹരമായ ദ്വീപ സമൂഹം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും 1971 മോചിതമായി. 1971 ഡിസംബർ 16 ഇസ ബിൻ സൽമാൻ അൽ ഖലീഫ സ്വതന്ത്ര ബഹ്റിന്റെ ആദ്യ രാജാവായി. തുടർന്ന് രാജ്യത്തിന് പുരോഗതിയുടെ നാളുകളായിരുന്നു. 38 വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണ സാമർഥ്യത്തിൽ ബഹ്റിൻ അറേബ്യൻ ഗൾഫിലെ സാമ്പത്തിക കേന്ദ്രമായി തന്നെ വളർന്നു. അറേബ്യൻ മണ്ണിൽ ആദ്യമായി എണ്ണ കണ്ടെത്തിയതും ഈ പവിഴ ദ്വീപിൽ ആണ്. ഡിസംബർ 16, 17 തീയതികളിൽ 53ാമത് ദേശീയ ദിനം ആഘോഷിക്കുകയാണ് ബഹ്റിൻ. ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ 25ാം സ്ഥാനാരോഹണ വാർഷികാഘോഷങ്ങളും ഈ ദിവസങ്ങളിലാണ് നടക്കുക. രാജ്യമെങ്ങും ദേശീയ ദിനാഘോഷത്തിന് മുന്നോടിയായി ബഹ്റിൻ പതാക വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളാൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ബഹ്റിൻ ഭരണാധികാരികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഫ്ലെക്സുകളും കൊടിത്തോരണങ്ങളും രാജ്യമെങ്ങും നിറഞ്ഞുകഴിഞ്ഞു. ദേശീയ ദിനാഘോഷത്തിന്റെ മുന്നോടിയായി വിവിധ ഗവർണറേറ്റുകളിലായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പങ്കെടുക്കുക. ബഹ്റിൻ പാരമ്പര്യവും സംസ്കാരവും അടയാളപ്പെടുത്തുന്നതും രാജ്യത്തിന്റെ മഹിതമായ ചരിത്രം അടയാളപ്പെടുത്തുന്നതുമായ പരിപാടികളാണ് വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിക്കുക. ഡിസംബർ 16 ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങളും നടക്കും. ദേശീയ ദിനാഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങവേ തങ്ങൾക്ക് അന്നം തരുന്ന നാടിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബഹ്റിനിലെ പ്രവാസികളും. 24 ബഹ്റിൻ. ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോർണിഷിൽ നടത്തിവരാറുള്ള സൈനിക പരേഡ് റദ്ദാക്കിയതായി സംഘാടക സമിതി. സാംസ്കാരിക മന്ത്രാലയമാണ് സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ ഇക്കാര്യം അറിയിച്ചത്. എല്ലാ വർഷവും ഡിസംബർ 18 രാജ്യം ദേശീയ ദിനം ആഘോഷിക്കാറുള്ളത്. പ്രധാന വേദിയായ ദർബ് അൽ സായിയിൽ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും. ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഖത്തറിലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഈ മാസം 18-നും 19-നുമാണ് അവധി. ഈ മാസം 22-ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. വാരാന്ത്യ അവധി ഉൾപ്പെടെ 4 ദിവസമാണ് അവധി ലഭിക്കുക. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള അവധി ദിനങ്ങൾ ഖത്തർ സെൻട്രൽ ബാങ്ക് പിന്നീട് പ്രഖ്യാപിക്കും. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ ചാനൽ ക്യാമറമാൻ അഹമ്മദ് അൽ ലൂഹ് കൊല്ലപ്പെട്ടു. സെൻട്രൽ ഗാസയിലെ അൽ നുസൈറാത്ത് ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണം. അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,976 ഉയർന്നതായി പലസ്തീൻ മെഡിക്കൽ അതോറിറ്റി അറിയിച്ചു. ജിദ്ദയിൽ നടന്ന 4ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. വേൾഡ് പ്രീമിയറുകൾ ഉൾപ്പെടെ 100 കണക്കിന് സിനിമകൾ മേളയിൽ പ്രദർശിപ്പിച്ചു. പ്രമുഖ ബോളിവുഡ് താരങ്ങളും ഫെസ്റ്റിവലിന് എത്തി. ലോക സിനിമ ജിദ്ദയിലേക്ക് കേന്ദ്രീകരിച്ച 10 ദിനങ്ങളാണ് കടന്നുപോയത്. ലോകോത്തര സിനിമാ പ്രവർത്തകർ ജിദ്ദയിലെ പൈതൃക കേന്ദ്രമായ ബലദിൽ സംഗമിച്ച ദിവസങ്ങൾ. ലോക സിനിമയിൽ സൗദിയുടെ നിർണായക സ്വാധീനം വ്യക്തമാക്കുന്നതുകൂടിയായിരുന്നു ജിദ്ദയിൽ സമാപിച്ച 4ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ. ബ്രിട്ടീഷ് പോപ്പ് ഗായകൻ റോബി വില്യംസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി മൈക്കിൾ ഗ്രേസി സംവിധാനം ചെയ്ത ചിത്രം ബെറ്റർമാന്റെ പ്രീമിയർ ഷോയോടെ ഫെസ്റ്റിവലിന് കൊടിയിറങ്ങി. നിരവധി മലയാളികളും ഇത്തവണ ഫെസ്റ്റിവലിന്റെ ഭാഗമായി. വിദേശ നടന്മാരെയും നമ്മുടെ ഇന്ത്യയിലെ നടന്മാരെയും അന്താരാഷ്ട്ര പ്രതിനിധികളെയും നേരിട്ട് കാണുവാനും അവരുമായിട്ട് സംവദിക്കുവാനും നമ്മൾക്ക് കഴിയുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. ആമിർ ഖാൻ, കരീന കപൂർ, പ്രിയങ്ക ചോപ്ര, ശ്രദ്ധ കപൂർ, രൺബീർ കപൂർ എന്നീ ബോളിവുഡ് താരങ്ങൾ ഇത്തവണ മേളയിൽ പങ്കെടുത്തു. സൂപ്പർ ബോയ്സ് ഓഫ് മലേഗൺ, സന്തോഷ് എന്നീ ഹിന്ദി സിനിമകൾ പ്രദർശിപ്പിച്ചു. ലുത്ഫി അച്ചോർ സംവിധാനം ചെയ്ത റെഡ് പാത്തിന് മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ഗോൾഡൻ യൂസർ പുരസ്കാരം ലഭിച്ചു.
85 രാജ്യങ്ങളിൽ നിന്നുള്ള 122 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. 48 വേൾഡ് പ്രീമിയറുകൾ, 66 അറബ് സിനിമകൾ, 34 സൗദി സിനിമകൾ, 54 ഷോർട്ട് ഫിലിമുകൾ, 63 ഫീച്ചർ ഫിലിമുകൾ എന്നിവ പ്രദർശനത്തിനുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ വ്യത്യസ്തമായ അധ്യായമായിരുന്നു 4ാമത് റെഡ്സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. സിനിമകളുടെയും ആർട്ടിസ്റ്റുകളുടെയും എണ്ണം മുൻ വർഷങ്ങളെക്കാൾ ഇത്തവണ കൂടുതലായിരുന്നു. ജിദ്ദയിലെ റെഡ്സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ നിന്നുള്ള മലയാളി സുഹൃത്തുക്കൾ ചേർന്നൊരുക്കിയ അഥർവം എന്ന ഷോർട്ട് ഫിലിം ഈ മാസം യൂട്യൂബിലെത്തും. 2 IT ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിൽ നടക്കുന്ന ഉദ്വേഗജനകമായ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഷോർട്ട് ഫിലിം ഒരുക്കിയിരിക്കുന്നത്. രാകേഷ് ഗോപാലകൃഷ്ണനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. More than 13 states, by the way, are at risk for tornadoes, large hail, damaging wind starting late Tuesday afternoon, really taking shape as we head into those evening hours. And Stephen, it does linger. Hey Jim, good morning. ദീർഘകാലം ഖത്തറിലായിരുന്ന കീബോർഡ് ആർട്ടിസ്റ്റ് മലപ്പുറം പൊന്നാനി സ്വദേശി കരീം സരിക നാട്ടിലന്തരിച്ചു. ദോഹയിലെ സംഗീത പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അൽ ജാഫി ഗാർഡൻസ് കമ്പനിയിൽ ഇലക്ട്രിക് സൂപ്പർവൈസറായിരുന്ന കരീം സരിക 5 വർഷം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത്. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ സക്കീർ സരിക സഹോദരനാണ്. തിങ്കളാഴ്ച രാവിലെ 11-ന് മറഞ്ചേരി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. ഖദർ ICBF പുരസ്കാര ജേതാക്കളായ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി ഉപദേശക സമിതി ചെയർമാൻ ജോബ് ബച്ചൻ തെക്കേക്കൂറ്റ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രദീപ് പിള്ളായി എന്നിവരെ ഇൻകാസ് ഖത്തർ ആദരിച്ചു. മുൻ കേന്ദ്രമന്ത്രി PC തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ അധ്യക്ഷനായിരുന്നു. നോർക്ക റൂട്ട്സ് ഡയറക്ടറും പ്രമുഖ വ്യവസായിയുമായ JK മേനോൻ അവാർഡ് ജേതാക്കളെ ഉപഹാരം നൽകി ആദരിച്ചു. മലപ്പുറം അരീക്കോട് തണ്ടർ ബോൾട്ട് ക്യാമ്പിൽ പോലീസുകാരൻ വെടിയേറ്റ് മരിച്ച നിലയിൽ. സ്വയം വെടിയുതിർത്തതാണെന്ന് സൂചന. വയനാട് സ്വദേശി വിനീതാണ് മരിച്ചത്. ഡോക്ടർ സിബു ഇരുമ്പിനയ്ക്കൽ എഴുതിയ റോബർട്ട് ബ്രെസൻ സിനിമാറ്റോഗ്രഫി തിയോളജി ഓഫ് സഫറിംഗ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, പ്രൊഫസർ MK സാനു എന്നിവർ ചേർന്നാണ് പ്രകാശനം ചെയ്തത്. ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പാലാരിവട്ടം POCയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ചോർത്തലിന് പിന്നിലാര്? ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ MS സൊല്യൂഷൻസിനെതിരെ കൂടുതൽ പരാതികൾ. ചാനലിന്റെ ഉള്ളടക്കം സ്ത്രീവിരുദ്ധമെന്ന് കാണിച്ച് AIYF പോലീസിൽ പരാതി നൽകി. ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണെന്ന് MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് പറഞ്ഞു. MS സൊല്യൂഷൻസിനെതിരെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഓണപരീക്ഷാ സമയത്ത് പരാതി ഉയർന്നിരുന്നു. കൊടുവള്ളി AEO പ്രാഥമിക അന്വേഷണം നടത്തി താമരശ്ശേരി DOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്നും സംഭവം യാദൃശ്ചികമല്ലെന്നുമായിരുന്നു റിപ്പോർട്ട്. പോലീസ് അന്വേഷണം വേണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിലെ ചോദ്യങ്ങള് ഇവർ പറയുന്ന പല ചോദ്യങ്ങളും പിറ്റേന്ന് വന്നിട്ടുണ്ട്. അത് യാദൃശ്ചികമല്ല. കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെയുള്ളത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചോർന്നതാവാമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അന്വേഷിക്കാനുള്ള സോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് അത് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണം പറഞ്ഞുകൊണ്ടാണ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ശുപാർശയുമായി DO ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചു. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. MS സൊല്യൂഷൻസിനെതിരെ ക്രിസ്മസ് പരീക്ഷാ ചോർച്ചയിൽ വീണ്ടും പരാതി ഉയർന്നതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിഷയം ഗൗരവത്തോടെ കണ്ടത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണത്തിനൊടുങ്ങുകയാണ് പോലീസ്. ചാനലിൽ ഉള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഉള്ളടക്കം എന്ന പരാതിയുമായി AIYF കൊടുവള്ളി പോലീസിൽ പരാതി നൽകി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും മുഖം നോക്കാതെ നടപടി വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. പരീക്ഷ റദ്ദാക്കണമെന്നും സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും KSUവും ആവശ്യപ്പെടുന്നു. ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ റദ്ദാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും. എന്നാൽ തന്റെ ചാനലിന്റെ വളർച്ചയിലുള്ള അസൂയ കാരണമാണ് ഇത്തരം നീക്കമെന്ന് MS സൊല്യൂഷൻസ് CEO ഷുഹൈബ്. ഓണപരീക്ഷാ സമയത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണം പത്രത്തിലും മാധ്യമങ്ങളിലും അച്ചടിച്ചു വരികയും കളക്ടറേറ്റിലടക്കം മാർച്ചുകൾ നടക്കുകയും ചെയ്ത സമയത്ത് MS സൊല്യൂഷൻ എന്നൊരു പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 4-5 പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു. അത്
ഒരു ഒഫീഷ്യലായിട്ടൊരു പരാതി പോയപ്പോൾ അതെങ്ങനെ MS സൊല്യൂഷൻ എന്ന പേര് മാത്രമായി മാറി? മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ എവിടെ? പരീക്ഷാ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന് തെറ്റുപറ്റിയെന്ന് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാത്ത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. 24 കോഴിക്കോട്. പാതിയിലൊടുങ്ങുന്ന യാത്രകൾ. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ കാർ മിനി ബസുമായി കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം 4 പേർക്ക് ദാരുണാന്ത്യം. കാർ യാത്രികരായ ഒരേ കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസും കോന്നി മല്ലശ്ശേരി സ്വദേശികളുടെ കാറുമാണ് കൂട്ടിയിടിച്ചത്. മരിച്ച 4 പേരുടെയും സംസ്കാരം ബുധനാഴ്ച. പുലർച്ചെ 4:15 നാടിന് നടുക്കിയ അപകടം. മധുവിധുവിനായി മലേഷ്യയ്ക്ക് പോയ ദമ്പതികളെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിമടങ്ങുകയായിരുന്നു കോന്നി മല്ലശ്ശേരി സ്വദേശികൾ. മുറിഞ്ഞകല്ലിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിച്ചു. ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഒരു വലിയ അപകടമാണ് അത്. കോന്നി മുറിഞ്ഞകല്ലാണ്. ഇവിടെ അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരാളെയും വിളിച്ചു കൊണ്ടുവരാൻ പോയ ഒരു വാഹനത്തിലേക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. കാറിലുണ്ടായിരുന്ന മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ മത്തായി, ഭാര്യാപിതാവ് ബിജു ജോർജും തൽക്ഷണം മരിച്ചു. നിഖിലിന്റെ ഭാര്യ അനു ബിജുവിനെ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 3 ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഫയർഫോഴ്സും മറ്റുമെല്ലാം എത്തി. ആ പെൺകുട്ടിയുടെ മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെൺകുട്ടിയും മരണപ്പെട്ടു. നവംബർ 30-നാണ് നിഖിലും അനുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അനു മാർത്താണ്ഡത്ത് MSW പഠിക്കുന്നു. എല്ലാവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. സംസ്ഥാനത്ത് നിന്ന് അപകടങ്ങളുടെ ഞായറാഴ്ചയായിരുന്നു. പത്തനംതിട്ടയിൽ കൂടലിൽ പിന്നോട്ടെടുത്ത ടോറസ് ലോറി തട്ടി വയോധികൻ മരിച്ചു. എറണാകുളം പറവൂർ പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ താഴേക്ക് മറിഞ്ഞു. കോഴിക്കോട് കക്കോടിയിൽ ഗുഡ്സ് ഓട്ടോയിലെ കുട മുഖത്ത് കുരുങ്ങി കാൽനട യാത്രക്കാരനായ വയോധികൻ റോഡിൽ വീണു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരവധി വാഹനാപകടങ്ങളാണ് ഇന്നുണ്ടായത്. പത്തനംതിട്ട കൂടലിൽ പിന്നോട്ടെടുത്ത ടോറസ് ലോറി ഇടിച്ചാണ് വയോധികൻ മരിച്ചത്. അപകടമുണ്ടായുടൻ ഗംഗാധരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലായിരുന്നു അപകടം. എറണാകുളം പറവൂർ പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ താഴേക്ക് മറിഞ്ഞു. ഒരു കുടുംബത്തിലെ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. പത്തനംതിട്ട പുത്തൻപീടികയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കക്കോടിയിൽ ഗുഡ്സ് ഓട്ടോയിലെ കുട മുഖത്തു കുരുങ്ങി കാൽനട യാത്രക്കാരനായ വയോധികൻ റോഡിൽ വീണു. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തിരുവനന്തപുരം പാറശാല ചെങ്കവിള റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന മാർത്താണ്ഡ സ്വദേശികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി കൊളീജിയം മറ്റന്നാൾ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം ശേഖർ കുമാർ യാദവിനെ പിന്തുണച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി കൊളീജിയത്തിന് മുൻപാകെ ഈ മാസം 17-ന് ഹാജരാകാനാണ് നിർദ്ദേശം. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശത്തിൽ സുപ്രീം കോടതി നേരത്തെ അലഹബാദ് ഹൈക്കോടതിയോട് വിശദീകരണം തേടിയിരുന്നു. പിന്നാലെയാണ് കൊളീജിയത്തിന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കവേ ഭൂരിപക്ഷമനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടുമെന്നും ഏക സിവിൽ കോഡ് നടപ്പാകുമെന്നും നടത്തിയ പരാമർശമാണ് വിവാദമായത്. വിമർശനങ്ങൾക്കിടെ ശേഖർ കുമാർ യാദവിന് പിന്തുണയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. സത്യം പറയുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന്
അനുമതി തേടി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയിരുന്നു. പരാമർശത്തിൽ ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. 24 ഡൽഹി. യാക്കോബായ വിഭാഗത്തിനും സെമിത്തേരികൾ തുറന്നു നൽകണമെന്ന ഉത്തരവ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ. യാക്കോബായ വൈദികർ സെമിത്തേരിയിൽ ശുശ്രൂഷ നടത്തിയാൽ തർക്കത്തിന് കാരണമാകുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേരള സമൂഹത്തെ ഞെട്ടിക്കുന്ന തീരുമാനമെന്ന് യാക്കോബായ സഭ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക കേസിൽ യാക്കോബായ സഭയോട് പള്ളികൾ കൈമാറാൻ ആവശ്യപ്പെട്ട സുപ്രീം കോടതി സെമിത്തേരികൾ ഉൾപ്പെടെയുള്ള പൊതുസൗകര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാനാകുന്ന രീതിയിൽ ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ ഉത്തരവ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. യാക്കോബായ പുരോഹിതർ ഓർത്തഡോക്സ് സെമിത്തേരിയിൽ ശുശ്രൂഷകൾ നടത്തിയാൽ തർക്കത്തിന് കാരണമാകും. ഇത് സമാധാനാന്തരീക്ഷം തകർക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഓർത്തഡോക്സ് സെമിത്തേരികളിൽ സംസ്കാര ശുശ്രൂഷ നടത്തേണ്ടത് സെമിത്തേരി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ നിലപാടറിയിച്ചു. ഓർത്തഡോക്സ് സഭയുടേത് കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമെന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് 24 പറഞ്ഞു. ഒരാഴ്ച മുമ്പ് സമാധാനത്തിന്റെ ആഹ്വാനവും ഐക്യത്തിന്റെ ആഹ്വാനവും ഒക്കെ നടത്തിയ ഒരാളിൽ നിന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ വീണ്ടും ഈ വിഷയങ്ങൾ സങ്കീർണമാക്കാനുള്ളതായ രീതിയിലുള്ളതായ ഒരു പ്രതികരണം വന്നത് വളരെ വിചിത്രവും നിരാശാകരവുമാണ്. പള്ളികൾക്കോ സെമിത്തേരികൾക്കോ പുറത്തുവച്ച് സംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നവർക്ക് അവരുടെ താൽപര്യത്തിനനുസരിച്ചുള്ള വൈദികനെ കൊണ്ട് ചടങ്ങുകൾ നടത്താമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വാദം. മറ്റന്നാൾ സുപ്രീംകോടതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഓർത്തഡോക്സ് സഭ അധിക സത്യവാങ്മൂലം സമർപ്പിച്ചത്. 24 ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി 38 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജനവിധി തേടും. മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിൽ നിന്നും മന്ത്രിമാരായ സൌരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിലും ഗോപാൽ റായ് ബാബർപൂരിലും മത്സരിക്കും. സത്യേന്ദ്രകുമാർ ജെയിൻ ഷക്കൂർ ബസ്തയിൽ ജനവിധി തേടും. കഴിഞ്ഞ ദിവസം BJP വിട്ട് ആം ആദ്മി പാർട്ടിയിലെത്തിയ രമേശ് പെഹൽവാനെ കസ്തൂർബ നഗറിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഫോക്കസ് പൂർണ്ണമാകുന്നു.